നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഈ വാരം യന്ത്രരഹസ്യത്തിൽ മഹാഗണപതി യന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊരു ശുഭകാര്യവും തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ നമ്മൾ ആദ്യം വന്ദിക്കുന്നത് വിഘ്നേശ്വരനായിരിക്കുന്ന ഗണപതി ഭഗവാനെയാണ്. ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായും ആവാഹിച്ച മഹാഗണപതി യന്ത്രം ധരിക്കുന്നതിലൂടെ ജീവിതത്തിൽ സകല തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മഹാഗണപതിരേതദ്യന്ത്രം ത്രൈലോക്യരഞ്ജനം ധനധാന്യധരാധേനു വാസോലങ്കാര ഭാജനൈ രത്നൈർഭാണ്ഡൈശ്ച നിജിതാമാവഹേൻ മഹതിം ശ്രിയം സകലം വിഭവം ചാപി പ്രാണാന്തേ മുക്തിമേവഹി. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മഹാഗണപതിയുടെ തദ്യന്ത്രം ത്രൈലോക്യരഞ്ജനം, അതായത് മഹാഗണപതിയുടെ ഈ യന്ത്രം 3 ലോകങ്ങളെയും സന്തോഷിപ്പിക്കുന്നതും ആകർഷിക്കുന്നതുമാണ്. ഇത് ധരിക്കുകയോ ഉപാസിക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് 3 ലോകങ്ങളിലും അംഗീകാരവും പ്രീതിയും ലഭിക്കും എന്ന് ഇതർത്ഥമാക്കുന്നു. ധനധാന്യധരാധേനു വാസോലങ്കാര ഭാജനൈർ. ഈ യന്ത്രം ധരിക്കുക വഴിയായിട്ട് ഒരാൾക്ക് ധനം, അതുപോലെ തന്നെ ധാന്യം, ധര എന്നാൽ ഭൂമിയാണ്, ധേനു എന്നാൽ പശുക്കളാണ്. പണ്ട് കാലത്തിൽ സമ്പത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് പശുക്കളെ കണക്കാക്കിയിരിക്കുന്നത്. ഇന്ന് കാലത്ത് മറ്റുള്ള വരുമാന മാർഗത്തിനെ ഇത് അർത്ഥമാക്കാം. വാസോ എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളാണ്, അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ ഇതെല്ലാം തന്നെ ലഭിക്കുമെന്നാണ്. അതായത് ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സകല തരത്തിലുള്ളതായിരിക്കുന്ന ഭൗതിക സമ്പത്തുക്കളും ഈ യന്ത്രം നൽകുന്നു എന്ന് അർത്ഥമാക്കുന്നു. രത്നൈർഭാണ്ഡൈശ്ച നിജിതാമാവഹേൻ മഹതിം ശ്രിയം എന്നാണ്. രത്നങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും നിറഞ്ഞ വലിയൊരു ഐശ്വര്യം തന്നെ ഈ യന്ത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വലിയ സമ്പാദ്യവും ഐശ്വര്യവും ഇതുവഴി കൈവരുന്നു എന്ന് അർത്ഥമാക്കാം. സകലം വിഭവം ചാപി പ്രാണാന്തേ മുക്തിമേവഹി എന്നാണ്. അതായത് ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സൗഭാഗ്യങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ ആയുസ്സിൻ്റെ ഒടുവിൽ ആ വ്യക്തിക്ക് മോക്ഷം നൽകുകയും ചെയ്യുന്നു എന്നാണ്. ഈ ഫലശ്രുതി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്തിൽ മഹാഗണപതി യന്ത്രം വെറുമൊരു സംരക്ഷണ കവചം മാത്രമല്ല, അത് ജീവിതത്തിൽ ഐശ്വര്യം, സമ്പത്ത്, ജനപ്രീതി എന്നിവയെല്ലാം തന്നെ നൽകുകയും ഒടുവിൽ ആത്മാവിനെ മുക്തി നൽകുകയും ചെയ്യുന്നൊരു അതീവ ശക്തിയുള്ള യന്ത്രമായിട്ടാണ് പറയുന്നത്. ഇതിൽ പറയുന്ന ത്രൈലോക്യരഞ്ജനം എന്ന പ്രയോഗം ഈ യന്ത്രത്തിന് ലോകത്തിനെ തന്നെ വശീകരിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വേണം ഈ യന്ത്രം നിർമ്മിക്കുവാൻ. യന്ത്രം തയ്യാറാക്കുന്ന വ്യക്തി തലേ ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. അടുത്ത ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഭസ്മം, ചന്ദനം എന്നിവയെല്ലാം തന്നെ ധരിക്കാം. അതിനുശേഷം സ്വർണം അല്ലെങ്കിൽ വെള്ളിത്തകിടിൽ സ്വർണ്ണസൂചി കൊണ്ട് വേണം യന്ത്രം എഴുതുവാൻ. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭക്തിപൂർവം വേണം ഇത് ചെയ്യുവാൻ. ഭഗവാനെ ധ്യാനിക്കാനുള്ളതായിരിക്കുന്ന ധ്യാന ശ്ലോകം കൂടിയിട്ട് പറയാം. ബീജാപൂരഗദേക്ഷു കാർമുകരുജ ചക്രാബ്ജ പാശോൽപല ബ്രീഹ്യഗ്ര സ്വവിഷാണരത്നകലശ പ്രോദ്യത്കരാംഭോരുഹ ധ്യായോ വല്ലഭയാച്ച പത്മകരയാ സൃഷ്ടോജ്വലദ്ഭൂഷയാ വിശ്വോൽപത്തി വിനാശ സംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത എന്നാണ്. അതായത് മഹാഗണപതിക്ക് 10 കൈകളുണ്ട് എന്നും ഓരോ കൈയിലും ഓരോ പ്രപഞ്ച ശക്തിയെയാണ് അദ്ദേഹം വഹിക്കുന്നത് എന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ബീജാപൂര ഗദ ഇക്ഷു കാർമുക രുജ ചക്ര അബ്ജ പാശ ഉല്ലസത് എന്നാണ്. അതായത് ഭഗവാന്റെ കൈകളിൽ ശോഭിക്കുന്ന വസ്തുക്കളെയാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. ബീജാപൂര എന്ന് പറയുമ്പോൾ മാതള നാരങ്ങയാണ്. അത് സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഭഗവാൻ കയ്യിലേന്തിയിരിക്കുന്നത്. ഗദ എന്നാൽ ശക്തിയുടെ പ്രതീകമാണ്. ഇക്ഷു കാർമുക എന്നാൽ കരിമ്പ് വില്ലാണ്. അതായത് കാമദേവന്റെ വില്ലാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥത്തിലാണത്. രുജ എന്നാൽ ശൂലമാണ്. അത് വേദനകളെയും ശത്രുക്കളെയും എല്ലാം തന്നെ നശിപ്പിക്കുന്നതാണ് ശൂലം. ചക്രം എന്നുള്ളത് സുദർശന ചക്രമാണ്. കാലചക്രത്തെയും സംരക്ഷണത്തിനെയും എല്ലാം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അബ്ജ എന്നാൽ താമരപ്പൂവ്, അത് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. പാശം എന്നാൽ കയറാണ്. അത് ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ, ഭക്തരെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും ഭക്തരെ തന്നിലേക്ക് അടുപ്പിക്കാനുമാണ് സൂചിപ്പിക്കുന്നത്. വ്രീഹ്യഗ്ര സ്വവിഷാണ രത്നകലശ പ്രോദ്യത് കരാംഭോരുഹ എന്നാണ്. വ്രീഹ്യഗ്ര എന്ന് വെച്ചാൽ നെൽക്കതിരാണ്.
അത് ഐശ്വര്യത്തിൻ്റെയും കൃഷിയുടെയും പ്രതീകമായിട്ടാണ് കയ്യിലേന്തിയിരിക്കുന്നത്. സ്വവിഷാണ എന്നാൽ സ്വന്തം കൊമ്പ് എന്നാണ്. ജ്ഞാനത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചൊരു ഭാവമായിട്ട് ഇതിനർത്ഥമാക്കാം. രത്നകലശം, അതായത് രത്നങ്ങൾ നിറഞ്ഞൊരു കുടമാണ്. സകല തരത്തിലുള്ളതായിരിക്കുന്ന സമ്പത്തിനെയും ഇത് സൂചിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ കരാംബോരുഹ എന്നാണ്, അഥവാ താമരപ്പൂവ് പോലെയുള്ളതായിരിക്കുന്ന 10 കൈകളിൽ ഭഗവാൻ കയ്യിലേന്തിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ധ്യായോ വല്ലഭയാച്ച പത്മകരയാ സൃഷ്ടോജ്വലദ്ഭൂഷയ എന്നാണ്. കയ്യിൽ താമരയേന്തിയവളും തിളങ്ങുന്ന ആഭരണങ്ങൾ ധരിച്ചവളുമായിരിക്കുന്ന സിദ്ധി എന്നുള്ള ശക്തിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വോൽപത്തി വിനാശ സംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത എന്നാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് കാരണഭൂതനായിരിക്കുന്ന വിഘ്നേശ്വരൻ നമുക്ക് വിശിഷ്ടങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ ഭഗവാനെ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം യന്ത്രം എഴുതുവാൻ. യന്ത്രം എഴുതി കഴിഞ്ഞാൽ ആ യന്ത്രത്തിനെ ജലാധിവാസം ചെയ്യണം. പിറ്റേ ദിവസം എടുത്ത് പുറ്റുമണ്ണ് കൊണ്ടും നാൽപ്പാമരപ്പൊടിയും ഉപയോഗിച്ച് കഴുകാം. അതിനുശേഷം കലശം പൂജിച്ച യന്ത്രത്തിന്മേൽ തളിക്കാം. പിന്നീട് ഗണപതി ഭഗവാനെ ആവാഹിച്ച് സപരിവാരം പൂജിക്കണം. പ്രാണപ്രതിഷ്ഠാ മന്ത്രവും മഹാഗണപതി മന്ത്രവും യഥാശക്തി തൊട്ടു ജപിക്കാം. ജപത്തിൻ്റെ 10 ഹോമിച്ച് സംവാദം സ്പർശിക്കുകയും ചെയ്തതിനു ശേഷം സാധകന് ധരിക്കുവാൻ വേണ്ടി നൽകാവുന്നതാണ്. ത്രൈലോക്യ പൂജിതോ ഭൂത്വ സർവസൗഭാഗ്യ സംയുത സ സാക്ഷാൽ ഗണനാഥോബി ഭവേദത്ര ന സംശയ എന്നാണ്. അത് ധനാർത്ഥി ലഭതേ വിത്തം, പുത്രാർത്ഥി പുത്രമാപ്നുയാൽ, വിദ്യാർത്ഥി ലഭതേ വിദ്യാം, മോക്ഷാർത്ഥി പരമാം ഗതിം എന്നാണ്. ത്രൈലോക്യ പൂജിതോ ഭൂത്വ, ഈ യന്ത്രം വിധിപ്രകാരം ധരിക്കുന്ന വ്യക്തി ത്രൈലോക്യങ്ങളിലും, അതായത് 3 ലോകങ്ങളിലും ബഹുമാനിക്കപ്പെടുന്നവനായിട്ട് തീരുന്നു. സർവ സൗഭാഗ്യ സംയുത, അയാൾ സകല തരത്തിലുള്ളതായിരിക്കുന്ന സൗഭാഗ്യങ്ങളോടും കൂടിയവനായിട്ട് മാറുമെന്നാണ്. സാക്ഷാൽ ഗണനാഥോബി, അയാൾ സാക്ഷാൽ ഗണപതി ഭഗവാനെ പോലെ തേജസ്സുള്ളവനായി ഭവിക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്നും. ധനാർത്ഥി ലഭതേ വിത്തം, പുത്രാർത്ഥി പുത്രമാപ്നുയാൽ എന്നാണ്. ധനം ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്തും, പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഉത്തമ സന്താന സൗഭാഗ്യവും ലഭിക്കും. വിദ്യാർത്ഥി ലഭതേ വിദ്യാം, മോക്ഷാർത്ഥി പരമാം ഗതിം എന്നാണ്. വിദ്യ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിദ്യയും, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും ഈ യന്ത്രോപാസന വഴി ലഭിക്കുന്നതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ ഭണ്ഡാസുരനുമായുള്ളതായിരിക്കുന്ന യുദ്ധവേളയിൽ വിഘ്നയന്ത്രത്തിനെക്കുറിച്ച് പരാമർശമുണ്ട്. അസുരന്മാർ ദേവസൈന്യത്തിന് വിഘ്നമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് 8 തരത്തിലുള്ളതായിരിക്കുന്ന വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നായ ജയവിഘ്നയന്ത്രം സ്ഥാപിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദേവസൈനികർക്ക് യുദ്ധം ചെയ്യാനുള്ളതായിരിക്കുന്ന ഉത്സാഹമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. അവർ അലസന്മാരും ഭയത്താൽ ആകെ പേടിച്ചു വിറച്ച് നിരാശരുമായിട്ട് മാറി എന്നാണ്. അങ്ങനെ അവർ തമ്മിൽ തന്നെ പരസ്പരം കലഹിക്കാനും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനും തുടങ്ങി. സൈന്യത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് മന്ത്രിമാരായിരിക്കുന്ന മാതംഗിയും വാരാഹിയും ദേവി ലളിതാംബികയെ വിവരമറിയിച്ചു. ദേവി തൻ്റെ സൈന്യത്തിൻ്റെ വിഘ്നങ്ങളെല്ലാം തന്നെ നീക്കാൻ തന്നെ തീരുമാനിച്ചു. ലളിതാദേവി കാമേശ്വരനായിരിക്കുന്ന ശിവഭഗവാന്റെ മുഖത്തിലേക്ക് നോക്കി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ മന്ദഹാസത്തിൽ നിന്ന് ആനമുഖത്തോടുകൂടിയ തേജസ്വിയായ മഹാഗണപതി പ്രത്യക്ഷപ്പെട്ടു. ജനിച്ച ഉടൻ തന്നെ ഭഗവാൻ ഗണപതി ഭണ്ഡാസുരൻ സ്ഥാപിച്ച ആ വിഘ്നയന്ത്രത്തിനെ തൻ്റെ കൊമ്പുകൊണ്ട് കുത്തിപ്പിളർന്ന് തകർത്ത് കളഞ്ഞു. യന്ത്രം തകർന്നതോടുകൂടി ദേവീ സൈന്യം പഴയപടിയാവുകയും വലിയ ആവേശത്തോടുകൂടി യുദ്ധം ചെയ്ത് വിജയിക്കുകയും ചെയ്തു. ഇതിൽ സംപ്രീതയായ ഭഗവതി ഗണപതിക്ക് വിഘ്നനായകൻ എന്ന പദവി നൽകുകയും ഏതൊരു കർമ്മത്തിലും ആദ്യം പൂജിക്കപ്പെടേണ്ടത് ഗണപതിയാണെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഭൗതികമായിരിക്കുന്ന തടസ്സങ്ങൾ മാത്രമല്ല, മന്ത്രതന്ത്രങ്ങൾ വഴി ഉണ്ടാകുന്ന പ്രതികൂല ഊർജങ്ങളെയും നെഗറ്റീവ് യന്ത്രങ്ങളെ പോലും തകർക്കുവാൻ മഹാഗണപതിക്ക് സാധിക്കുമെന്ന് ഈ കഥ തെളിയിക്കുന്നു. മഹാഗണപതി യന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ഒരു സമൃദ്ധിയെ ഒരേപോലെ നൽകുന്നു എന്നുള്ളതാണ്. മറ്റു പല യന്ത്രങ്ങളും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് എങ്കിൽ മഹാഗണപതി യന്ത്രം ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക ധർമ്മം. ഗ്രഹദോഷങ്ങൾ കൊണ്ടോ മറ്റ് പ്രതികൂല ഊർജങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന കാലതാമസങ്ങൾ ഒഴിവാക്കുവാൻ ഈ യന്ത്രം സഹായിക്കുന്നു. തന്ത്രശാസ്ത്രം അനുസരിച്ച് മഹാഗണപതി യന്ത്രത്തിന് സർവജനവശ്യം എന്നൊരു ഗുണവുമുണ്ട്.
ഇത് ധരിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ള ആളുകളുടെ ഇടയിൽ പ്രത്യേക അംഗീകാരവും ആകർഷണീയതയും ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൊഴിൽ അഭിമുഖങ്ങൾക്കും ബിസിനസ് ചർച്ചകൾക്കും പോകുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾക്കൊപ്പം തന്നെ മരണാനന്തരം മോക്ഷം വാഗ്ദാനം ചെയ്യുന്ന അത്യപൂർവം യന്ത്രങ്ങളിൽ ഒന്നാണിത്. അതായത് ഈ ലോകത്തെ ജീവിതം സുഖകരമാക്കുവാനും മരണശേഷം ആത്മീയമായിരിക്കുന്ന ഉന്നതി നൽകുവാനും ഇതിന് സാധിക്കുമെന്ന് തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. ജാതകപ്രകാരം ശുക്രനെ അനുകൂലമാക്കേണ്ടതായിരിക്കുന്ന വ്യക്തികളും ശുക്രദശാകാലം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ യന്ത്രം ധരിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. വെള്ളിയാഴ്ച ദിവസം സൂര്യോദയത്തിന് ശേഷം ശുക്രൻ്റെ കാലഹോരയിൽ ഈ യന്ത്രം ധരിക്കാവുന്നതാണ്. ഈ യന്ത്രം ധരിക്കുന്ന വ്യക്തികൾ നിത്യവും ഓം ഗം ഗണപതയേ നമഃ എന്ന് ജപിക്കുന്നത് ഗുണഫലങ്ങളെല്ലാം തന്നെ വേഗത്തിൽ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. വെബ്സൈറ്റ് www.keralaastrologer.in. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.